ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇത് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, സാധാ ചമ്മന്തിയോ അല്ലെങ്കിൽ ചട്നി കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നമ്മൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആവുന്ന പച്ചരി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടോ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതാണ്. നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇത് നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്, പക്ഷേ അരിപ്പൊടിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ അരി കുതിർത്തിയിട്ട് അരച്ചെടുക്കുമ്പോഴാണ്. അരിപ്പൊടി ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഞാനിനി ഈ അരിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ അരി അരക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് വരില്ല, അതിൻ്റെ തരി ഉണ്ടാവും. നമുക്കിവിടെ ഫൈനായിട്ടുള്ള പേസ്റ്റാണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് ഇരിക്കണം നമ്മൾ ഈ ഒരു ബാറ്റർ. അധികം ലൂസായി പോകരുത്. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതായത് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതി. വെള്ളം കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നല്ല പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പൊട്ടാറ്റോ വേവിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു വലുതാണെന്നുണ്ടെങ്കിൽ ഹാഫ് മതിയാവും. ഇതിപ്പോൾ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൽ കിടന്നിട്ട് നന്നായിട്ട് ഈ പൊട്ടാറ്റോ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരച്ചു വെച്ച മാവിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ കുറച്ച് ബീൻസും ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടും ചേർത്തി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എരിവിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്തി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് ചേർത്തി കൊടുത്താലും മതി. അത് നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തി കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട്. നമുക്കൊരു ഇഡ്ഡലിയുടെ ഒരു മാവിൻ്റെ ഒക്കെ ഒരു ആ തിക്നെസ് മാത്രം മതിയാവും, അധികം ലൂസായി പോകരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പം നല്ല പഞ്ഞി പോലെ ഇരിക്കും, കുറച്ചിങ്ങനെ പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, സാധാ പോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. അത് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലൊക്കെ ചെറിയ ഹോൾസ് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങും. നമ്മൾ ആ ബേക്കിംഗ് പൗഡർ ചേർത്തി കൊടുത്തുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വരുന്നത്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മാവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡും കൂടെ നമുക്ക് ഒന്ന് മുരിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ ഭാഗം കൂടെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം.
അപ്പം ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. ഇത് നമുക്ക് ചട്നിയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്